ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. നവാബി ബിരിയാണി, അതായത് മുഗൾ നവാബി ബിരിയാണി. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സാക്റ്റ് റെസിപ്പി അല്ല. ഞാൻ സഫേദ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ ഒരു ബിരിയാണി ഉണ്ട്. അപ്പോൾ അതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഈ നവാബി ബിരിയാണി ഉണ്ടാക്കിയത്. അതായത് നവാബി ബിരിയാണിയുടെയും സഫേദ് ബിരിയാണിയുടെയും കൂടി ചേർന്നിട്ടുള്ളൊരു ബിരിയാണിയാണ് നമ്മുടെ ഈ നവാബി ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരി വേവിക്കാനുണ്ട്. അരി പകുതി വേവിലാണ് എടുക്കേണ്ടത്. അതിന് നമുക്ക് രമ്പയിലയും സർവ്വസുഗന്ധയിലയും ഇട്ടിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കണം. അതോടൊപ്പം നമുക്ക് കുറച്ചേറെ സവോള വറുത്തെടുക്കാനുണ്ട്. ഒരു 1/2 കിലോ സവോളയെങ്കിലും നമുക്കിതിന് വറുത്തെടുക്കണം. അതായത് 2.5 കപ്പ് അരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 1/2 കിലോ സവോളയാണ് നാം വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കതൊരു ഭാഗത്ത് ഈ അരി വേവുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സവോളയും വറുത്തെടുക്കാം. പിന്നെ നമ്മൾ അരി വേവിക്കുമ്പോൾ ഞാൻ രമ്പയിലെയും സർവ്വസുഗന്ധിയിലെയാണ് ചേർത്തത്. പക്ഷെ ശരിക്കും അതല്ല. പട്ട, ഗ്രാമ്പു, ഏലക്ക, സാജീരകം, ജീരകം, പെരിഞ്ചീരകം, പിന്നെ ബ്ലാക്ക് കാഡമം, ഇതെല്ലാതും ആ അരി വേവിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് വേണം നമ്മൾ അരി പകുതി വേവിൽ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കപ്പോൾ അതൊന്നും നമ്മളിങ്ങനെ കടിക്കുമ്പോൾ അത്ര സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ അതെല്ലാം ചേർത്തിട്ടൊരു സ്പെഷ്യൽ ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരി നമുക്കിടാം. വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് അരിയിടാം. ഒന്നിങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പകുതി വേവിൽ വേണം നമുക്കിത് ഊറ്റി എടുക്കാൻ. ബാക്കി നമ്മൾ ദമ്മിടുമ്പോഴാണ് ബാക്കി വേവുന്നത്. അപ്പോൾ അരിയിൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർത്താൽ മതി. അല്ലാത്തവർക്ക് അതാദ്യമേ തന്നെ ചേർക്കാൻ കാരണം 2 ചേർക്കുമ്പോഴത്തേക്കും ഫ്ലേവറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. കാരണം ഇത് നെയ്യിൽ മൂക്കുമ്പോഴും എണ്ണയിൽ മൂക്കുമ്പോഴുള്ള ഫ്ലേവറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ അരി പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഊറ്റി മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പം നെയ്യിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേറെ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കരുത്, അപ്പോൾ ടേസ്റ്റ് മാറും. എന്നിട്ട് ഞാൻ വീണ്ടും അതിലേക്ക് വേപ്പിലയും പിന്നെ സർവ്വസുഗന്ധിയിലാണ് ചേർത്തത്. വേപ്പിലൊന്നും ഇതിലില്ല, ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്തിട്ടുള്ളതാണ്. ഈ സമയത്തും ഇതില്ലാത്തവർക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, പിന്നെ ജീരകം, ബ്ലാക്ക് കാഡമം ഭയങ്കര നിർബന്ധമാണ്, അതെന്തായാലും ചേർക്കണം. അപ്പോൾ അതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാൻ 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനൊരു 40 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി 3 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാതും കൂടിയിട്ട് നമുക്കൊന്നിങ്ങനെ മൂപ്പിച്ച് വരണം. നമ്മൾ ഈ നേരത്തെ സവോള ചേർക്കില്ല, നമ്മൾ സവോളയോടെ വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 1/2 കിലോ സവോളയാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ തൈര് മിക്സിയിലടിക്കുക. എന്നിട്ട് നമ്മൾ ഏകദേശം 1.5 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും പുളിയില്ലാത്ത തൈര്, അതായത് ഫ്രഷ് തൈരായിരിക്കണം, പഴകിയ തൈരാവരുത്. അപ്പോൾ നമ്മുടെ ബിരിയാണി പുളിച്ചു പോവും. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും ബദാമും കൂടി അരച്ചെടുക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ വറുത്ത സവോളയും ബദാമും അണ്ടിപ്പരിപ്പും കൂടിയിട്ടാണ് അരയ്ക്കുക. അപ്പോൾ വറുത്ത സവോള അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തേങ്ങ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത സവോളയും അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ചേർക്കാം. പീസസിന് ഇത്ര വലിപ്പമൊന്നുമില്ല, നമുക്ക് എത്ര വലിപ്പം വേണമെങ്കിലും എടുക്കാം. അല്ലാതെ ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ട് വലിയ പീസ് ചേർക്കണമെന്നില്ല. കുഞ്ഞ് പീസായാലും കുഴപ്പമില്ല, വലിയ പീസായാലും കുഴപ്പമില്ല. ഈ ബിരിയാണിക്ക് അങ്ങനെയില്ല. ഇനി നമ്മളിത് ചേർക്കാം. നമ്മൾ പിന്നെ ഒട്ടും വെള്ളമൊന്നും ചേർക്കില്ല, കാരണം ഈ തേങ്ങാക്കൂട്ട് അരച്ചതും പിന്നെ നമ്മൾ ഈ തൈരിലുമാണ് നമ്മുടെ ചിക്കൻ വേവേണ്ടത്. വളരെ പെട്ടെന്ന് വേവും, 10 മിനിറ്റ് പോലും വേണ്ട. നമ്മൾ ഈ ചിക്കൻ തൈരിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. കളറ് വെളുത്തിട്ടായിരിക്കണമെങ്കിലും നല്ല ടേസ്റ്റാണ് ആ ചിക്കൻ കഴിക്കാൻ. പിന്നെ നമ്മളെ സ്പെഷ്യൽ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തു. അതായത് പട്ട, ഗ്രാമ്പ്, ഏലക്ക, തക്കോലം, ജാതിക്ക, ജാതിപത്രി, ബ്ലാക്ക് കാഡമം, ജീരകം, പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ ബിരിയാണി മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് കാഡമം ഉണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. ബ്ലാക്ക് കാഡമം വളരെ നിർബന്ധമാണ്, അവർക്ക് വളരെ നിർബന്ധമായിരുന്നു ബ്ലാക്ക് കാഡമം. അതുപോലെ ജീരകം പക്ഷെ ഒരുപാട് ചേർക്കരുത്.
1 ടീസ്പൂൺ മാത്രമേ ജീരകം ചേർക്കാൻ പാടുള്ളൂ. ഞാൻ ഈ ബിരിയാണി മസാലയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കറക്റ്റ് അളവായിട്ട് ഞാൻ കൊടുക്കുക. പക്ഷേ ഞാനത് എടുത്തില്ല, ഞാൻ വീഡിയോ മുമ്പ് പൊടിച്ച് വെച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് കുറുകി വന്ന് ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ പകുതി വേവിൽ വേവിച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മീതെയാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ മറ്റേ അരപ്പിന് തേങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലത്തെ പകുതി സവോള എടുത്തിട്ട് അരയ്ക്കാം കേട്ടോ. അപ്പോൾ കളറിൽ കുറച്ച് വ്യത്യാസം വരും. അതുപോലെ നമ്മൾ സാഫ്രണും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നവാബി ബിരിയാണിയിൽ ചേർക്കും. പക്ഷെ ഞാൻ സാഫ്രണും ചേർക്കാതിരുന്നത് ഈ സഫേദ് ബിരിയാണി എന്നുള്ളതിൻ്റെ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് കളറ് പ്രശ്നമില്ലെങ്കിൽ ഇങ്ങനെ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മീതെ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അവർ ചേർക്കുന്നത് പാലാണ്, ഞാൻ കുറച്ച് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് സവാള, പിന്നെ നമ്മളിതിൽ മല്ലിയില പുതിനയില കാര്യങ്ങളൊന്നും ചേർക്കില്ല, അതിൻ്റെ ഒന്നും ഫ്ലേവറില്ല. ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ഇലയുടെ ഫ്ലേവറും ഇല്ല. ഞാനിപ്പോൾ ഇതിൽ സർവ്വസുഗന്ധിയിലും രമ്പയിലും ചേർത്തത് കൊണ്ട് മാത്രമാണ് ആ ഇലയുടെ ഫ്ലേവർ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ഇലയുടെ ഫ്ലേവറും ഇല്ല, കാരണം നമ്മൾ മസാലയിൽ പോലും വഴണയില പോലും പൊടിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല കൂടെ, ബിരിയാണി മസാല കൂടെ ചേർക്കണം. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി മതി, പക്ഷേ ഒരുപാട് കുരുമുളക് പൊടി ചേർക്കരുത്. അത് വൈറ്റ് പെപ്പർ പൗഡർ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്, പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്തു. നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കുക. അതും ഈ ബിരിയാണി മസാലയും പിന്നെ നമ്മുടെ സവോള വറുത്തത്, അണ്ടിപ്പരിപ്പ് വറുത്തത്, കിസ്മിസ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് നെയ്യ് അതിൻ്റെ മീതെ ഇങ്ങനെ ദമ്മിടാൻ വേണ്ടിയിട്ട്, കാരണം അരി പകുതിയല്ലേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ആ നെയ്യ് അരിയിലേക്കും കൂടി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ 20 മിനിറ്റ് ദം ചെയ്യുക. വളരെ സിമ്മിൽ വെച്ചിട്ട് വേണം. ഗ്യാസിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദോശയുടെ കല്ലുണ്ടെങ്കിൽ അതിൻ്റെ മീതെ കയറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു ടെൻഷനും വേണ്ട. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കട്ടെ. അപ്പോൾ എല്ലാത്തിലേക്കും ഫ്ലേവർ പോവും. ഇതിങ്ങനെ ഇളക്കണത് ആവശ്യമില്ലാത്തവർക്ക് പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇരിക്കുക, മുകളിൽ റൈസ് മാറ്റി വയ്ക്കുക, അടിയിൽ നിന്ന് പീസ് എടുക്കുക, കഴിക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ചിക്കനിലേക്ക് അരിയുടെയും സവോളയുടെയൊക്കെ ഫ്ലേവറും പിന്നെ അതുപോലെ അരിയിലേക്ക് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊരു സിമ്പിൾ റെസിപ്പിയാണ്, കാരണം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി പോകും ഈ ബിരിയാണി. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് പേസ്റ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ പെട്ടെന്ന് തീരും. പക്ഷേ പേസ്റ്റിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ചതച്ചിടുമ്പോഴാണ്. കാരണം പേസ്റ്റിൽ എന്ന് പറഞ്ഞാൽ വിനീഗറൊക്കെ ചേർത്തിട്ട് നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ, നമ്മൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ വിനീഗറൊന്നും ചേർക്കില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണി ലവേഴ്സിന് നന്നായി ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് എക്സാക്റ്റ് മുഗൾ ബിരിയാണി അല്ല കേട്ടോ, അതിന് കളറല്ല. ഇത് സഫേദ് ബിരിയാണി എന്ന് പറഞ്ഞ ബിരിയാണി മുഗൾ ബിരിയാണി കൊണ്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്.